thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for regrets. I've been flying from town to town, from London to Taiwan. I've been all around the globe trying to protect your soul. We are heroes tonight. We will fly above the sky. We are heroes tonight. Yeah. We are heroes tonight. We will fly above the sky. We are heroes tonight. Feel like a dynamite, ready to explode right up in the sky. I need you to listen, I need you to hear, and don't show any fear. I've been flying from town to town, from London to Taiwan. I've been all around the globe trying to protect your soul. We are heroes tonight. We will fly above the sky. We are heroes tonight. Yeah. We are heroes tonight. We will fly above the sky. We are heroes tonight. I've been flying from town to town, from London to Taiwan. I've been all around the globe trying to protect your soul. Nightmares creep while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire. This
bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire. Set my heart on fire.
അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു സ്ട്രീം ഫിനിക്സ് എലൈറ്റ് കസ്റ്റംസിലേക്ക് സ്വാഗതം. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് ഇച്ചിരി ഡിലേ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തായാലും മാച്ച് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മിസ്ലെ പ്ലേയേഴ്സ് അവിടെ സെറ്റ് ആയിട്ട് നമ്മുടെ എക്സ് ഔട്ട് അവിടെ റെഡിയാണ്. ഇൻസെക് നമ്മുടെ എസ് പ്ലേയേഴ്സ് അവിടെ സെറ്റ് ആയിട്ട് നമ്മുടെ ഗാലക്സി ടീം മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്യൂരിസ് ടീം അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ TS ഹോട്ട് മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. AK ടീം അവിടെ സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇൻസെക് ടീം അവിടെ സെറ്റാണ്. ഡെഡ്ലി ടീം അവിടെ സെറ്റാണ്. റീത്ത് സെറ്റാണ്. ടോക്സിക് സെറ്റാണ്. റാങ്കോ സെറ്റാണ്. അതേമാതിരി RKC, FPK, DVP ആൻഡ് SGS അതോടൊപ്പം തന്നെ DQ, ഫിനിക്സ് എന്നിവരവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 71 മെമ്പേഴ്സാണ് വന്ന് ചേർന്നേക്കുന്നത്. ഇപ്പോൾ തൽക്കാലത്തെ ഫൈറ്റിലേക്ക്. അപ്പം ഗായ്സ്, നമ്മുടെ ഫ്ലൈറ്റ് പാത്ത് ഒന്ന് നോക്കാം. നമുക്ക് ഫ്ലൈറ്റ് പാത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ വ്ളാഡിമിറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലോസ് ലിയാനസ് ഒക്കെ കവർ ചെയ്ത് ഇംഫാലയിലേക്ക് പോകുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ് പാത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ഫൈറ്റ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. വ്ളാഡിമിർ റീജിയനിൽ DVPയുടെ സ്വന്തം ലൊക്കേഷനാണ് വ്ളാഡിമിർ. അപ്പോൾ കഴിഞ്ഞ കുറേ ഇടയായിട്ട് പോർട്ടോപ്രീസയിലേക്കാണ് പോകുന്നത് DVP എങ്കിലും തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ജമ്പ് അവിടെ ഇതുവരെ ആരും എടുത്തിട്ടില്ല. അപ്പോൾ SOS ടീമാണ് ഫസ്റ്റിലത്തേക്ക് ജമ്പ് എടുത്തിരിക്കുന്നത്. വ്ളാഡിമിർ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് SOS ടീം മെമ്പേഴ്സ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ DVP ടീം മെമ്പേഴ്സ് അവിടെ ജമ്പ് ചെയ്തിട്ടുണ്ട്. ലോസ് ഹീഗോസയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് DVP ടീം മെമ്പേഴ്സ്. അതേമാതിരി തന്നെ നമ്മുടെ ഗാലക്സി ടീം മെമ്പേഴ്സ് അവിടെ ചാടിയിട്ടുണ്ട്. ചുമ്മാ സിറ ഏരിയ ആരും എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ചുമ്മാ സിറ ഏരിയയിലേക്ക് ആരും പോകുന്നില്ല എന്ന് തോന്നുന്നു. മോണ്ടിന്യൂ അതോടൊപ്പം തന്നെ വേക്കൻ്റ് ആണ്. ബാക്കി ഡാർക്ക് വെൻസ് എല്ലാം അവിടെ ചാടിയിട്ടുണ്ട് ഓൾറെഡി. അവിടെ ജമ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞു. അപ്പം ഹായ് അരുൺ മണിക്കോട്ടൻ, എല്ലാവർക്കും സ്ട്രീമിലേക്ക് സ്വാഗതം. അപ്പോൾ 10 നോക്കി എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മളതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ 1, 2, 3 സ്ലോട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ടേക്കാണ്. ആസ്പ്രസ് റൂമിൻ്റെ ഒരു ലേറ്റൻസി കുറയാനായിട്ടും മെമ്പേഴ്സിന് പ്രോപ്പറായിട്ടുള്ള ഒരു MS ഒക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ശ്രമമാണ്. അപ്പോൾ മാക്സിമം ഒരു 20 ടീംസിനെ വെച്ചാണ് നമ്മളിപ്പോൾ മാച്ച് നടത്തുന്നത്. എന്തായാലും അപ്പോൾ നമ്മുടെ മെമ്പേഴ്സ് എല്ലാം അവിടെ ജമ്പ് എടുത്ത് കഴിഞ്ഞു. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് DQ ടീമിനെ നോക്കുവാണെങ്കിൽ DQ ടീം അവിടെ പിക്കാഡോ റീജിയനിലേക്ക് പോകുന്നു. ടീം നമ്പർ 20 അതായത് RKC ടീം മെമ്പേഴ്സ് അവിടെ പിക്കാഡോയിലേക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ 2 ടീം മെമ്പേഴ്സ് അവിടെ അടുത്തടുത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. സീൻ ഫ്ലൈറ്റ് പാത്ത് എന്ന് പറയുന്നത് റൈറ്റ് സെയിൻ ഫ്ലൈറ്റ് പാത്ത് ഒത്തിരി സൗത്തിലേക്കായിരുന്നു ഒന്ന് ഷിഫ്റ്റ് ആയതെന്ന്. അപ്പോൾ എന്തായാലും നോക്കാം. നമ്മുടെ SGS ടീം മെമ്പേഴ്സ് അവിടെ ജമ്പ് എടുത്തിട്ടുണ്ട്. ജങ്ക് യാർഡ് ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രേവ് യാർഡ്, ജങ്ക് യാർഡ് എന്നീ ഏരിയയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പതുക്കെ ടീം മെമ്പേഴ്സ് എല്ലാം കൂട്ടിമുട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫിനിക്സ് ടീം നോക്കാം. എൽ ഹസർ റീജിയനിലേക്കാണ് 4 ടീം മെമ്പേഴ്സ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. 1 അല്ല 2 അല്ല 3 അല്ല 4 ടീം മെമ്പേഴ്സാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എൽ ഹസർ റീജിയനിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോക്സിക് ടീം ഉണ്ട്, എക്സ് ഔട്ട് ഉണ്ട്, സോഡിയാക്ക്, നമ്മുടെ മിസ്ലെ പ്ലേയേഴ്സ്. ഓക്കെ, മിസ്ലെ പ്ലേയേഴ്സ് എന്നിവരാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ. അപ്പോൾ ടോക്സിക് ടീം, ഫിനിക്സ് ടീം എന്നിവരെല്ലാം അടുത്തടുത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റൊട്ടേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. തൊട്ടടുത്ത് നോക്കാം. നമുക്ക് ആരെങ്കിലും വന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം. ഫിനിക്സ് ടീമിൻ്റെ അടുത്തേക്ക് ജസ്റ്റ് ഒന്ന് പാൻ ചെയ്ത് നോക്കാം ആരെങ്കിലും ടീം മെമ്പേഴ്സ് ഉണ്ടോ. അപ്പോൾ ഈ ഏരിയയിൽ അപ്പോൾ ടോക്സിക് ആൽഫ തൊട്ട് അപ്പുറത്തെ കോമ്പൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ടോക്സിക് വിസാഡ് അവിടെ വണ്ടി എടുത്തിട്ടുണ്ട്. എക്സ് ഔട്ടിലെ പ്ലേയേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. എക്സ് ഔട്ടിലെ പ്ലേയേഴ്സ് തൊട്ടടുത്ത് തന്നെയാണ് സാധിക്കുന്നത്. എക്സ് ഔട്ടിൽ അവിടെ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എക്സ് ഔട്ട് മെമ്പേഴ്സ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫിനിക്സിലെ ഡീമിൻ അവിടെ തൊട്ട് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡീമിൻ അവിടെ ഒന്ന് ഫ്ലാങ്ക് ചെയ്ത് കയറി ചെന്നിട്ടുണ്ട്. അപ്പോൾ സോളോ ആയിട്ടാണ് ഡീമൻ ചെല്ലുന്നത്. ഡീമിൻ്റെ അടുത്തേക്ക് ബാക്കി എല്ലാവരും കൂടെ കയറി ചെല്ലാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ എക്സ് ഔട്ടിലെ പ്ലേയേഴ്സ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കയറി ചെല്ലാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ DQ ബോൾത്തെ സബ്കോ ഷെഡി കോൾത്തെ എന്തായാലും തൊട്ടടുത്ത് തന്നെ ഫിനിക്സ് വീക്ക് അവിടെ വന്ന് മനോഹരമായിട്ട് തന്നെ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. വീക്ക് അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ മെമ്പേഴ്സിനൊക്കെ ഡാമേജ് കൊടുക്കുന്നത്. എക്സ് ഔട്ടിലെ പ്ലേയേഴ്സിന് അവിടെ എന്തായാലും ഇതൊന്നും കിട്ടിയില്ല. എക്സ് ഔട്ട് നിഞ്ചനെ അവിടെ കണ്ടിട്ടുണ്ട്. നിഞ്ചനെതിരെ ഫയർ കൊടുക്കുന്നില്ല എന്തായാലും. അപ്പോൾ എക്സ് ഔട്ടിലെ മെമ്പേഴ്സിനെ അവിടെ പതുക്കെ ഫിനിഷ് ചെയ്യാനുള്ള പ്ലാന്. എക്സ് ഔട്ട് കില്ലറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എക്സ് ഔട്ട് വിന്റർ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തൊട്ടപ്പുറത്ത് നമ്മുടെ ഡീമിനൊക്കെ അവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ എക്സ് ഔട്ടിലെ സിഡിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സിഡിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. സിഡിനെ അവിടെ ഡാമേജ് ഒന്നും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. സിഡിന് ചെറിയ ഡാമേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും DQ ബോൾത്തെ സബ്കെ ചഡ്ഡി ഖോൽത്തെ എന്നൊക്കെ പറയുന്നത് എക്സ് ഔട്ടിലെ പ്ലേയേഴ്സ് അവിടെ പതുക്കെ ഒന്ന് വീട്ടിലേക്ക് കയറി ചെന്നിട്ട് എക്സ് ഔട്ട് പ്ലേയേഴ്സുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. ഡീമൻ അവിടെ നിൽക്കുന്നുണ്ട്. ടോക്സിക് മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫിനിക്സ് ഡീമൻ അവിടെ ലൂട്ടൊക്കെ ചെയ്ത് സെറ്റായിട്ട് നിൽപ്പുണ്ട്. എക്സ് ഔട്ടിലെ പ്ലേയേഴ്സ് ഇനി എക്സ് ഔട്ടിലെ നിഞ്ചയ്ക്ക് അവിടെ നല്ല ഡാമേജ് ആണ് കിട്ടുന്നത്. ഫിനിക്സ് ലോക്കിൻ്റെ ഫ്രണ്ടിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഫിനിക്സ് ലോക്കിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ടെർമിനേറ്റർ അവിടെ വീണ് ചാവുന്നുണ്ട്. ഫിനിക്സ് 47 അവിടെ വെള്ളത്തിൽ വീണ് ചാവുന്നുണ്ട്. എന്തായാലും നമ്മുടെ ലോക്കി അവിടെ കയറി ചെന്നിട്ടുണ്ട്. ലോക്കി ഇൻസ്റ്റൻ്റ് ആയിട്ട് ഷോർട്ട് ഗൺ വെച്ച് അവിടെ എക്സ് ഔട്ടിലെ പ്ലേയേഴ്സിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫിനിക്സ് മെമ്പേഴ്സ് അവിടെ ഓരോന്നോരോന്നായിട്ട് മെമ്പേഴ്സിനെ അവിടെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കാൻ ന്യൂ വൈറ്റ് അവിടെ നിന്ന് കട്ടക്ക് സപ്പോർട്ടായിരുന്നു. സോഡിയാക്ക് ഫിനിക്സ് ഡീമിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡീമിൻ അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് അവിടെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. സോഡിയാക്ക് അവിടെ കണ്ടിട്ടുണ്ട്. മിസ്ലെ പ്ലേയേഴ്സ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മിസ്ലെ പ്ലേയേഴ്സ് അവിടെ ഡാമേജ് കൊടുത്ത് നമ്മുടെ ഡീമിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡീമൻ ഡൗൺ ആയിട്ട് ഡീമൻ രക്ഷയ്ക്ക് ബാക്കി മെമ്പേഴ്സ് എത്തുമോ എന്നില്ലയോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും ബാക്കി മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഫിനിക്സ് ടീമിൻ്റെ ഫൈറ്റാണ് ആദ്യം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് DQ ടീമിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. DQ ടീം മെമ്പേഴ്സ് ആൻഡ് നമ്മുടെ RKC ടീം മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് എന്തായാലും നോക്കാം. DQ ടീം മെമ്പേഴ്സ് എപ്പോഴും അവിടെ ഇത് ഇരിക്കുകയാണ്. DQ ആൻഡ് ഒരു RKC ടീം മെമ്പേഴ്സ് അടുത്തടുത്തുള്ള കോമ്പൗണ്ടിലായിട്ട് നിൽപ്പുണ്ട്. എന്തായാലും ഫൈറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട്. RKC ഫാൽക്കനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. RKC FPK ജോക്കർ അവിടെ റാങ്കോ ബ്രാവോനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. റാങ്കോ ടീം മെമ്പേഴ്സ് ആൻഡ് ബ്രാവോ തമ്മിലുള്ള ഫൈറ്റ്
നമ്മുടെ FEK തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ടെന്ന്. റാങ്കോ ടീം മെമ്പേഴ്സിൻ്റെ ബാക്കി മെമ്പേഴ്സിനെ നോക്കാൻ റാങ്കോ ചാർലി തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. ചാർലി അടുത്തായിട്ട് കയറി ചെല്ലുന്നുണ്ട്. ഷോട്ട് ഗണ്ണൊക്കെയാണ് കയ്യിലിരിക്കുന്നത്. ആശാൻ വളരെയധികം ഓപ്പണിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം ദെൻ റാങ്കോ മെമ്പേഴ്സ് അവിടെ ഓടി നടക്കുകയാണ്. നമ്മുടെ ജെനസിസിനെ നോക്കാം. ജെനസിസ് അവിടെ നല്ല പോണൊക്കെ ഹെൽത്തൊക്കെ പോയി അവിടെ മാറിയിരിക്കുന്നുണ്ട്. ആശാൻ്റെ ഹെൽത്തൊക്കെ വളരെയധികം കുറവാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അടുത്ത ഫൈറ്റിലേക്ക് പോകാം. ഫിനിക്സ് ടീമിലേക്ക് പോകാം. ഫിനിക്സ് ടീം ആൻഡ് മിസ്റ്റിൻ്റെ ഫൈറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഫിനിക്സ് വിക്കൊക്കെ അവിടെ ഓടി നടക്കുന്നുള്ളൂ. ന്യൂ വൈറ്റ് അവിടെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഫിനിക്സ് മെമ്പേഴ്സ് അവിടെ ഓടി നടക്കുകയാണ്. അപ്പോൾ 2 കില്ലൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട്. എക്സ് ഔട്ടിലെ പ്ലേയേഴ്സിനെ അവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നമ്മുടെ DQൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. DQ ഫൈറ്റിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. DQ ആൻഡ് RKC തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുള്ളൂ. DQ കില്ലർ അവിടെ RKC ഡെൽറ്റനെ ഡൗൺ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേമാതിരി തന്നെ നമ്മുടെ സർജ് എക്സ് ബ്ലേസ് അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അവർ തമ്മിലുള്ള ഫൈറ്റ് ഏത് നിമിഷം വേണമെങ്കിലും നടക്കാൻ ചാൻസ് ഉണ്ട്. തൊട്ടടുത്ത് നോക്കുവാണെങ്കിൽ അപ്പോൾ RKC മെമ്പേഴ്സ് അവിടെ നിന്ന് കട്ട ഫയറിംഗ് ആണ്. DQ മെമ്പേഴ്സ് അവിടെ പതുക്കെ കയറി ചെന്ന് RKC ടീമിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്യാൻ ചാൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ RKCയിൽ ഡെൽറ്റ അവിടെ ഓൾറെഡി ഡൗൺ ആണ്. അപ്പോൾ പ്രീസ്റ്റ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. പ്രീസ്റ്റ് അവിടെ ഹയർ ലൊക്കേഷനിൽ താഴെ വീടിന് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർജി എക്സ് ബ്ലേസ് എന്നിവർ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. സർജി എക്സ് ബ്ലേസിൻ്റെ അടുത്തേക്ക് അവിടെ വണ്ടികളും കാര്യങ്ങളൊക്കെ വരാൻ ചോദിച്ചിട്ടുണ്ട്. റേറ്റ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഗാലക്സി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടോക്സിക് ടീം മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. ടോക്സിക് ടീം മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. റേറ്റ് മെമ്പേഴ്സ് അവിടെ ഇംപാല റീജിയൻ്റെ അടുത്തായിട്ട് നിൽക്കുകയാണ്. ഇംപാല റീജിയനിൽ ഓടി നടക്കുകയാണ്. ടോക്സിക് നമ്മുടെ റേറ്റ് ടീം മെമ്പേഴ്സ് നമ്മുടെ ഇവരെ നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ടോക്സിക് ടീമിനെ നോക്കാം. ടോക്സിക് മെമ്പേഴ്സ് പതുക്കെ ഓരോ മെമ്പേഴ്സിനെ ആക്കിയിട്ട് അവിടെ ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ടോക്സിക് മിസ്റ്റിലെ പ്ലേയേഴ്സ് ഓരോന്നോരോന്നായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മിസ്റ്റിലെ പ്ലേയേഴ്സിനെ ഓരോന്നോരോന്നായിട്ട് ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. RKC ടീം മെമ്പേഴ്സ് അവിടെ ഓരോന്നോരോന്നായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ 18 ടീമുകളിലായിട്ട് 60 മെമ്പേഴ്സാണ് ഇവിടെ ഇനി അലൈവായിട്ടുള്ളത്. ഗാലക്സി ടീം അവിടെ സേഫായിട്ട് നിൽക്കുന്നത്. ഗാലക്സി ട്രാക്കിലൊക്കെ അവിടെ സേഫായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ TSൽ നമ്മുടെ റേറ്റിനെ നോക്കാം. റേറ്റിനെ കാണിക്കാൻ പറയുന്നത് റേറ്റ് മാക് ആരോ, റേറ്റ് രാവൺ എന്നിവർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ റേറ്റ് മെമ്പേഴ്സ് അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഏതെങ്കിലും മെമ്പേഴ്സ് ഉണ്ടെന്ന്. ഫിനിക്സ് വിക്ക് അവിടെ AKയിൽ വിനീനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. AK ടീമുമായിട്ടുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഫിനിക്സ് വിക്കിനെ നോക്കട്ടെ. വിക്ക് അവിടെ അപ്പോൾ ഫിനിക്സ് ലോക്കി ആൻഡ് വിക്ക് അവിടെ ഒരുമിച്ച് കയറി ചെല്ലുവാൻ AK ടീം മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് AK മെൽവിനെയൊക്കെ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. AK മെൽവി അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഹരി അവിടെ ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു. AK അലനെ അവിടെ കയറിയിട്ടുണ്ട്. അലനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അലനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. AKയിൽ 3 മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. AK ടീമിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിനിക്സ് ടീം അവിടെ AKനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തു. ഫിനിക്സ് ലോക്കിയൊക്കെ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. അവിടെ ടോക്സിക്കിലെ മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ന്യൂ വൈറ്റ് മേലിൽ നിന്ന് നല്ലൊരു സപ്പോർട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഫിനിക്സ് ലോക്കി AK മെൽവിനെയൊക്കെ അവിടെ ഡൗൺ. എക്സ് ഔട്ടിലെ ബാക്കി പ്ലേയേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂബ് അപ്പോൾ എന്തായാലും ഇൻസ്റ്റൻ്റ് ആയിട്ട് ന്യൂബ് അവിടെ ഫിനിഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ന്യൂബ് അവിടെ കട്ട ഫയറിംഗ് ആണ്. അപ്പോൾ എക്സ് ഔട്ടിലെ പ്ലേയേഴ്സിനെ അവിടെ മിനി വെച്ച് ഫയർ ചെയ്താൽ മതിയായിരുന്നെന്ന് തോന്നുന്നു. എക്സ് ഔട്ടിലെ പ്ലേയേഴ്സ് അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. അപ്പോൾ എക്സ് ഔട്ടിലെ മെമ്പേഴ്സുമായിട്ട് ഫിസിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ന്യൂബ് ഒറ്റയ്ക്ക് അവിടെ കയറി ചെല്ലാൻ ചാൻസ് ഉണ്ട്. എക്സ് ഔട്ടിലെ സിഡിൻ്റെ അടുത്തേക്ക് സിഡിനെ അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ക്യാറ്റ് ഫിസിലിനെ അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എക്സ് ഔട്ട് മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന 2 പ്ലേയേഴ്സ് തമ്മിൽ കയറി ഇൻസ്റ്റൻ്റ് ആയിട്ട് അവിടെ നേട് കുക്ക് ചെയ്തെറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്താണോ ദൂരെയാണോ എന്നറിയത്തില്ല. എന്തായാലും തൊട്ടപ്പുറത്ത് അവിടെ നീടൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ അടുത്ത എന്തായാലും ക്യാറ്റ് ഫിസിനെ അവിടെ റിവൈവ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും സിഡ് അവിടെ കയറി വരുന്നത് 1v1 നടത്താൻ സിഡ് അവിടെ കയറി വരുന്നത്. അപ്പോൾ സിഡ് അവിടെ സ്പോട്ട് ചെയ്ത് ന്യൂ വൈറ്റിനെ അവിടെ ഡൗൺ ചെയ്തിട്ട് ARന് മുന്നിൽ അവിടെ എന്തായാലും ഫിനിഷ് എക്സ് ഔട്ട് സിഡ് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ന്യൂ വൈറ്റിനെ വീക്ക് അവിടെ കയറി വരുന്നുണ്ട്. AR വെച്ച് വീക്ക് ആൻഡ് ലോക്കി അവിടെ കയറി വരുന്നുണ്ട്. എന്തായാലും വണ്ടിയൊക്കെ എടുത്ത് കയറി വരുന്നുണ്ട്. വീക്ക് അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഓടി ചെന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ് ഔട്ട് സിഡിനെ അവിടെ സ്പോട്ട് ചെയ്ത് റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും റിവൈവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വീക്ക് അവിടെ സ്കൂട്ട് ചെയ്ത് ഇൻസ്റ്റൻ്റ് സിഡിനെ അവിടെ ഡൗൺ ചെയ്തു. ഫിസിനെ അവിടെ ഡൗൺ ചെയ്തു. എക്സ് ഔട്ടിലെ 2 പ്ലേയേഴ്സിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8 കില്ല് ഇപ്പോൾ ഓൾറെഡി ഫിനിക്സ് ടീം അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫിനിക്സ് മെമ്പേഴ്സ് അവിടെ ഓരോരോ മെമ്പേഴ്സിനായിട്ട് ഡൗൺ ചെയ്യുന്നതാണ് കണ്ടത്. ക്ലൗൺ ഇപ്പോഴും അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നതേ ഉള്ളൂ. ക്ലൗണിൻ്റെ അടുത്ത് ടോക്സിക്കിലെ മെമ്പേഴ്സ് അവിടെ നിൽക്കുകയാണ്. ടോക്സിക്കിലെ മെമ്പേഴ്സ് അവിടെ പതുക്കെ ഇരമ്പി കയറി വരുന്നുണ്ട്. അപ്പോൾ അടുത്ത് നോക്കാം. അടുത്ത ഫൈറ്റ് ആരൊക്കെ തമ്മിലാണ് നടക്കാൻ ചാൻസ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ടീം ഡെഡ്ലി അവിടെ ഒറ്റയ്ക്ക് ലോസ്ലിയാനസ് ഏരിയയിൽ നിൽക്കുകയാണ്. റെഡ്ലിക്ക് അവിടെ വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഡെഡ്ലി മെമ്പേഴ്സ് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. പാണ്ട, നമ്മുടെ റിംബോച്ചെ, അതേപോലെ തന്നെ നമ്മുടെ DDL സാജൻ എന്നിവർ അവിടെ ഡെഡ്ലി ടീമിന് വേണ്ടി ഇപ്പോണ്ട്. DQ ടീമിൻ്റെ അടുത്തേക്ക് നോക്കാം. RKCയുടെ സർജ് എക്സ്പ്ലേസ് ഇപ്പോഴും അവിടെ ലൈവായിട്ട് ഇപ്പോണ്ട്. RKG സർജ് എക്സ്പ്ലേസ് ഓടി നടക്കുകയാണ് തൊട്ടടുത്തായിട്ട്. അപ്പം എന്തായാലും മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്യാതിരിക്കാൻ തോന്നുന്നു. അപ്പം നമുക്ക് നോക്കാം എക്സ്പ്ലേസ് നിൽക്കുന്നിടത്ത് നിന്ന് എത്ര ദൂരെയാണ് DQ മെമ്പേഴ്സ് അവിടെ DQ ഒക്കെ അവിടെ വണ്ടി എടുത്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. DQ കില്ലറൊക്കെ അവിടെ തൊട്ടടുത്ത് ഓടി നടക്കുന്നുണ്ട്. സർജ് ബ്ലേസ് അവിടെ ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് സ്ഥിതിഗതികൾ? ഏരിയയിൽ ഇപ്പോൾ ശാന്തതയാണ് തൽക്കാലം കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്ത ഗാലക്സി ടീം മെമ്പേഴ്സിനെ നോക്കാം. ഗാലക്സി ഫർഹാൻ ആൻഡ് ഡ്രാക്കുള അവിടെ വണ്ടി എടുത്ത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഗാലക്സി ഫർഹാൻ ആൻഡ് ഡ്രാക്കുള ഓടി എത്തിയേക്കുന്നത് എന്തായാലും മനോഹരമായ സ്ഥലത്താണ്.
അപ്പോൾ എന്തായാലും ഗാലക്സി മെമ്പേഴ്സ് അവിടെ പതുക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഡ്രോപ്പൊക്കെ എടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. മിറാഡോ ഒക്കെ എടുത്ത് പോകുന്നുണ്ട്. ഗോൾഡൻ അല്ലെന്നേ ഉള്ളൂ, സാധാരണ മിറാഡോ ആണ്. അപ്പോൾ ഇനി അടുത്ത ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉള്ളത് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഒരറിവുമില്ല. എല്ലാ മെമ്പേഴ്സും അത്യാവശ്യം ദൂരെയാണ്. റാങ്കോ ടീമുമായിട്ട് ഏതെന്ന് പക്ഷേ ഒരു FEKയുടെ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. റാങ്കോയിലെ ബ്രാവോന് ഓൾറെഡി FEK മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ചെയ്താണ്. അപ്പോൾ പതുക്കെ റൊട്ടേറ്റ് ചെയ്തോ. എന്തേമേ വണ്ടിയുടെ ആക്സലറേഷൻ കൊടുത്ത് വണ്ടി അങ്ങ് നശിപ്പിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. ഫർഹാനെ എന്ത് ഡ്രൈവിംഗ് ആടാ ഇത്? മാക്സിമം മലപ്രദേശത്തൂടെ ഒക്കെ കയറി ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫൈറ്റിംഗ് അവിടെ ഒന്നും നടക്കാൻ ചാൻസ് ഇല്ല. ഗാലക്സി മെമ്പേഴ്സ് അവിടെ ഡ്രോപ്പൊക്കെ എടുത്ത് സെറ്റായിട്ട് ഓടിക്കുകയാണ്. അപ്പോൾ അടുത്ത ടീം DQ മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. നമ്മുടെ RKC പ്ലേയേഴ്സിനെ അവിടെ DVP ടീം മെമ്പേഴ്സ് അവിടെ പതുക്കെ കയറി തരുന്നുണ്ട്. DVP ടീം മെമ്പേഴ്സ് അവിടെ പതുക്കെ വണ്ടി ഓടിച്ചെത്തുന്നത് നമ്മുടെ ടീം SOSൻ്റെ അടുത്തേക്കാണ്. SOS ടീം മെമ്പേഴ്സ് കാണുവാണെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും ഒരു ഫയറിംഗ് നടക്കാൻ ചാൻസ് ഉണ്ട്. SOS ഡാർക്ക് സോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. SOS ഡാർക്ക് സോൾ DVP ടീം മെമ്പേഴ്സ് അവിടെ വണ്ടിയൊക്കെ എടുത്ത് ഇവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ലൂട്ടഡ് ഏരിയ എന്നൊന്നും കണ്ടിട്ട് തോന്നിയില്ലാന്ന് തോന്നുന്നു അവർക്ക്. എന്തായാലും അവർ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ആശാമാരെ ഇല്ല, ലൂട്ടഡ് ഏരിയ അല്ലെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ SOS പ്ലേയേഴ്സ് അവിടെ നിന്ന് എന്തായാലും മാറിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഇനി സോണിലേക്ക് പോകാനുള്ള തത്രപ്പാടലിൽ ടീം FEKയുടെ അടുത്തേക്ക് പതുക്കെ ഫിനിക്സ് ടീം മെമ്പേഴ്സ് അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. FEK ടീം മെമ്പേഴ്സിനെ നോക്കാം. FEK റോക്കിയൊക്കെ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. FEK ജാക്ക് അവിടെ നിൽക്കുന്നു. ജാക്ക് മെമ്പർ എല്ലാം അവിടെ നിന്ന് ഫൈറ്റ് കൊടുക്കാൻ ചാൻസ് ആണ്. ഫിനിക്സ് ലോക്കി അവിടെ പതുക്കെ ക്ലോസിങ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഓപ്പൺ ലൂടാണോ കയറി വരുന്നത് എന്നുള്ള അറിയത്തില്ല. നമുക്ക് ജസ്റ്റ് ഫിനിക്സ് ടീമിനെ ഒന്ന് നോക്കാം. ജസ്റ്റ് എല്ലാവർക്കും ചെറിയൊരു കവറൊക്കെ അവിടെ കാണുന്നുണ്ട്. എന്തായാലും ലോക്കിയൊക്കെ അവിടെ ഓടി എത്തുന്നുണ്ട്. വീക്ക് അവിടെ ഓടി നടത്തുന്നുണ്ട്. നമ്മുടെ ഫിനിക്സ് ന്യൂബിൻ്റെ കയ്യിൽ ഒരു AR ഇല്ലാത്തതിൻ്റെ കുറവ് നമ്മളവിടെ കണ്ടു. എന്തായാലും ഇപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് കയറി ചെല്ലാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ടോക്സിക് മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. യെസ്, ടോക്സിക് മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. ടോക്സിക് മെമ്പേഴ്സ് ആയിട്ടുള്ള ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. ലോക്കി അവിടെ നിന്ന് അട്ട സ്പ്രേ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ലോക്കി വിസാഡ് എന്നിവർ അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ലോക്കി അവിടെ ഒറ്റയ്ക്ക് നിന്ന് അവരെ നമ്മുടെ ടോക്സിക് മെമ്പേഴ്സിനെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ടോക്സിക് ബീസ്റ്റൊക്കെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അവിടുന്ന്. അതോടൊപ്പം തന്നെ നോക്കാം ആൽഫേനെ നോക്കാം. ആൽഫയൊക്കെ വേറൊരു ഏരിയ കൂടെ കവർ എടുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും തൊട്ടപ്പുറത്തൂടെ കയറി വരുന്നുണ്ട്. ആൽഫ ബീസ്റ്റൊക്കെ അവിടെ നിന്ന് എന്തായാലും മാറിയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് അവർ റൊട്ടേഷനൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത വണ്ടിയൊക്കെ എടുത്ത് മാറാനുള്ള ശ്രമത്തിലാണ്. സോണിനുള്ളിലേക്ക് പോവുകയാണ് എല്ലാ മെമ്പേഴ്സും. മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ടീം FEKയുടെ അടുത്തേക്കാണെന്ന് ബാക്കി മെമ്പേഴ്സ് എത്തിക്കൊണ്ടിരിക്കുന്നത്. FEK റോക്കി അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. FEK റോക്കി അടുത്താണ് ടോക്സിക് ആൽഫ ആൻഡ് വിസാഡ് എത്തിക്കുന്നത്. ബാക്കി FEK ജാക്ക് അവിടെ ഉണ്ട്. FEK ടർബോ തൊട്ട് ദൂരെയുണ്ട്. FEK മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഗോൾഡൻ മിറാഡോ എടുക്കാനായിട്ട് വരുന്നവരെ അവിടെ പൂശാൻ നിൽക്കുവാന്ന് തോന്നുന്നു. യെസ്, ടോക്സിക് ആൽഫ അവിടെ തൊട്ടടുത്ത് ഇപ്പോണ്ട്. എന്തായാലും ആൽഫ അവിടെ കയറി വരുമ്പോഴത്തേക്ക് എന്താകും സ്ഥിതി എന്നറിയാം. ടോക്സിക് മെമ്പേഴ്സിനുള്ള വലയങ്ങൾ അവിടെ തീർത്തിട്ടുണ്ട്. ഫിനിക്സ് മെമ്പേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. ഫിനിക്സ് ടീം മെമ്പേഴ്സ് അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഫിനിക്സ് മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. ഫിനിക്സ് ലോക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. വീക്ക് അവിടെ നിന്ന് ഫയർ കൊടുക്കുന്നു. വീക്ക് ആൻഡ് ജാക്ക് തമ്മിലുള്ള ഫയർ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട്. വീക്ക് അവിടെ കയറി തരുന്നുണ്ട് FEK ജാക്കിൻ്റെ അടുത്തേക്ക്. അപ്പോൾ എന്തായാലും ഏത് നിമിഷം വേണമെങ്കിലും സ്പോട്ട് ചെയ്യാം. FEK ജാക്കിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ്. യെസ്, പക്ഷേ ഫിനിക്സിനെ അവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. FEK ജാക്ക് അവിടെ ഫിനിക്സ് ടീമിനെ അവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. FEK മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് നിന്ന് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ടോക്സിക്കിലെ മെമ്പേഴ്സിന് അവിടെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. FEK ജോക്കർ അവിടെ കയറി വരുന്നുണ്ട്. നമ്മുടെ SGS ടീം ആൻഡ് നമ്മുടെ ഫ്യൂരീസ് തമ്മിലുള്ള ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ എവിടാണത്? FEK ആൻഡ് ടോക്സിക് ഇപ്പോഴും അവിടെ ഫയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. FEK ജോക്കർ അവിടെ കയറി. FEK ജാക്ക് ഇപ്പോഴും അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നു. നമ്മുടെ ടോക്സിക്കിലെ മെമ്പേഴ്സിനെ എല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോക്സിക്കിലെ മെമ്പേഴ്സ് ടോക്സിക് ആൽഫ ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. ടോക്സിക് ആൽഫ FEK റോക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യുക. റെയ്ത്ത് മെമ്പേഴ്സ് അവിടെ അടിക്കുന്നുണ്ട്. SGS ഡേവിഡ് ഒക്കെ അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. റെയ്ത്തിലെ മെമ്പേഴ്സിനെ നോക്കാം. റെയ്ത്ത് ഹോഡുമായിട്ടുള്ള ഫൈറ്റാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റെയ്ത്തിലെ മെമ്പേഴ്സ് അവിടെ പതുക്കെ കയറി ചെന്നിട്ടുണ്ട്. മാക്ക് ഒക്കെ അവിടെ കയറി ചെല്ലുന്നുണ്ട്. SGS ഡേവിഡ് വെഡിസ്കി ഫ്യൂരീസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫ്യൂരീസ് മെമ്പേഴ്സിനെ ഓരോന്നായിട്ട് ഡൗൺ ചെയ്യുന്ന റേവൻ്റെ അടുത്തേക്ക് ഒരു നേട് എത്തിയിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും അത് കൗണ്ടർ ബാക്ക് ആയിട്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും കൗണ്ടർ ബാക്ക് ആയിട്ടുണ്ട്. എന്തായാലും ഡ്രൈവനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്ത് റേത്ത് ആരും അവിടെ കയറി ഇൻസ്റ്റൻ്റ് ആയിട്ട് മെമ്പേഴ്സിനെ എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. റേത്ത് ടീം മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ചെയ്തപ്പോൾ SGS ടീം മെമ്പേഴ്സിനെ നോക്കാം. SGS ടീം മെമ്പേഴ്സ് എവിടെയാണ് ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന്. വണ്ടിയെ തൊട്ടടുത്ത് നമ്മുടെ SGS മെമ്പേഴ്സിനെ എല്ലാം അവിടെ ഫിനിഷ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. എവിടെ SGS? ഓക്കെ, SGS ഡോൺ ഔട്ട് ആയിട്ടാണ് നിൽക്കുന്നത് തൽക്കാലത്തേക്ക്. SGS മെമ്പേഴ്സ് അവിടെ എനിക്ക് തോന്നുന്നു ബാക്കി മെമ്പേഴ്സിനെ എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. FEKയുടെ ഫൈറ്റ് ഇപ്പോഴും അവിടെ ഓൺ ആയിട്ടുണ്ട്. FEK മെമ്പേഴ്സ് ആൻഡ് ടോക്സിക് തമ്മിലുള്ള ഫൈറ്റ് ഇപ്പോഴും നടക്കുന്നുള്ളൂ. ടോക്സിക് ആൽഫിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. FEK വിസാഡ് ഇപ്പോഴും അവിടെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിസാഡ് അവിടെ ബാൻഡേജും കാര്യങ്ങളൊന്നും ഓക്കെ ബാൻഡേജ് മാത്രമേ ഉള്ളൂ. എന്താണ് ലൈവിൽ എനിക്ക് സൗണ്ട്? അപ്പോൾ എന്തായാലും FEK മെമ്പേഴ്സ് തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. FEK മെമ്പേഴ്സ് എല്ലാം കയറി വരികയാണ്. FEK ജാക്ക് അവിടെ കയറി വരുന്നുണ്ട്. മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്യാൻ ജാക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. ജാക്കിനെ അവിടെ ഫിനിഷ് ചെയ്തു. ബാക്കി രണ്ട് മെമ്പേഴ്സും ചേർന്ന് നമ്മുടെ ടോക്സിക് വിസാഡിനെ അവിടെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. എന്ത് പറയാനാ, അത് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി.
തൊട്ടടുത്ത് നോക്കാം നമ്മുടെ ബാക്കി മെമ്പേഴ്സ് എല്ലാം സോണിലേക്ക് പതുക്കെ പതുക്കെ കയറിയിട്ടുണ്ട്. SOS ടീം മെമ്പേഴ്സ് അവിടെ സോണിലെത്തിയിട്ടുണ്ട്. ഇൻസെക്റ്റിലെ പ്ലേയേഴ്സ് അവിടെ സോണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ 12 ടീമുകൾ ഇനിയും ശേഷിക്കുന്നു. 12 ടീമുകളിലായിട്ട് ബാക്കി മെമ്പേഴ്സ് എല്ലാം ലൈവായിട്ടുണ്ട്. SGS ടീം മെമ്പേഴ്സിനെ നോക്കാം, റേറ്റ് ടീം മെമ്പേഴ്സിനെ നോക്കാം. റേറ്റ് എല്ലാം അവിടെ പതുക്കെ നിൽക്കുന്നേ ഉള്ളൂ. FEK ജോക്കർ എന്നിവർ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഏരിയ കൂടെ മിസ്റ്റിലെ പ്ലേയേഴ്സ് അവിടെ പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് കയറി ചെല്ലുന്നുണ്ട്. FEK അവിടെ സോണിൽ പോകേണ്ടതായിട്ടുണ്ട്. റാങ്കോ ടീം മെമ്പേഴ്സിന് അവിടെ സോണിൽ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ആരും ഇല്ലേ ഇന്ന്? ചാറ്റിലൊന്നും ആരെയും കാണുന്നില്ലല്ലോ. അപ്പോൾ 1 പ്ലേയേഴ്സ് പതുക്കെ പതുക്കെ സോണിനുള്ളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. 1 കാര്യം പറയുകയാണെങ്കിൽ 1 അവിടെ ലൂട്ട് ഡ്രോപ്പ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രോപ്പിനകത്ത് എന്താണെന്ന് നോക്കട്ടെ. ഡ്രോപ്പിനകത്ത് ഇനി മിലിറ്ററി വെസ്റ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. എന്തായാലും ബാക്കി 1 പ്ലേയേഴ്സ് എല്ലാം ലൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പം ടീം ഡെഡ്ലിനെ നോക്കാം. ടീം ഡെഡ്ലി അവിടെ ഓടി നടക്കുന്നുണ്ട്. റിംബോച്ചെ, പാൻഡ ആൻഡ് DDL സാജൻ അവിടെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കട്ട ഫൈറ്റുകളൊക്കെ ഓണായിട്ടുണ്ടായിരുന്നു. SGS ടീം മെമ്പേഴ്സിന് അവർക്ക് ആരും നഷ്ടപ്പെട്ടിട്ടില്ല. ഫൈറ്റൊക്കെ എടുത്ത് സെറ്റായിട്ട് 4 കില്ലൊക്കെ എടുത്തിട്ടുണ്ട്. 4 കില്ലൊക്കെ എടുത്ത് സോണിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് SGS മെമ്പേഴ്സ്. SGS ഡേവിഡ് കോൺക്കറർ എന്നിവരവിടെ പോകുന്നുണ്ട് ബീസ്റ്റ് ആൻഡ് ജോക്കറിനൊപ്പം. അപ്പോൾ അടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് നോക്കാം അടുത്ത മെമ്പേഴ്സ് ആരൊക്കെയാണ്. റേറ്റ് മെമ്പേഴ്സ് അവിടെ പതുക്കെ സോണിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. റേറ്റ് രാവണനൊക്കെ അവിടെ സോണിലേക്ക്, FEK മെമ്പേഴ്സ് അവിടെ സോണിൽ പെട്ടുപോയിട്ടുണ്ട്. സോണിനുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് റാങ്കോ ടീം മെമ്പേഴ്സ് ആൻഡ് നമ്മുടെ റേറ്റ് രാവണനൊക്കെ. എന്തായാലും പതുക്കെ മെമ്പേഴ്സ് സോണിലേക്ക് കയറി പോകുമ്പോൾ എന്താണ് അവസ്ഥ എന്നൊക്കെ. ഓക്കെ, അവർ ഹൈ റൊട്ടേഷനൊക്കെ നടത്തിക്കൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ ചുമ്മാസർ ഏരിയ കൂടെ പോകാനുള്ള പ്ലാനിലാണെന്ന് തോന്നുന്നു. വഴിയിലേ പോകും. എന്താണ് കാര്യങ്ങൾ അവസ്ഥ നോക്കാം. മനോഹരമായ ഒരു യാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സോണിനുള്ളിലേക്ക് പോകാനുള്ള ശ്രമം. അപ്പം ഗാലക്സി ടീം മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഗാലക്സി ടീം മെമ്പേഴ്സ് നമ്മുടെ ഗാലക്സി ഡ്രാക്കുളയൊക്കെ ഏക്കനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡ്രാക്കുളനെ നോക്കാം. ഡ്രാക്കുള ഇതെല്ലാം കണ്ടോട്ട് അവിടെ നിൽപ്പുണ്ട്. ഏക്കാൻ പോയേക്കുന്നത് കണ്ടിട്ടുണ്ട്. ഗാലക്സി, ഫർഹാൻ, DQ കില്ലർ എന്നിവരവിടെ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. നിരനിരയായിട്ട് ജാഥ പോകുന്നത് കണ്ടിട്ട് ഡ്രാക്കുളയൊക്കെ അവിടെ നോക്കിയൊക്കെ ഗ്രോസൊക്കെ വെച്ചിട്ട് അപ്പോൾ DQലെ മെമ്പേഴ്സ് അവിടെ വന്ന് ഇറങ്ങിയേക്കുന്ന ഗാലക്സി മെമ്പേഴ്സ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഗാലക്സി ഫർഹാനെ നോക്കാം. ഫർഹാൻ്റെ തൊട്ടടുത്തേക്കാണ് നമ്മുടെ ഏക്കൻ എത്തിയേക്കുന്നത്. ഏക്കൻ അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കാനുള്ള മാക്സിമം ശ്രമങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഏക്കൻ അവിടെ മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്ത് അപ്പം എനിമീസിൻ്റെ ഒരു ഇതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് സെറ്റായിട്ട്. ഓക്കെ, DQവിൻ്റെ ഒരു മനോഹരമായ നീക്കമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ബിൽഡിങ്ങുകൾക്കടുത്തൂടെയും വണ്ടി ഓടിച്ചുകൊണ്ടുപോയി ഫുഡ് സ്റ്റെപ്പുകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ്. എന്തായാലും ഗാലക്സി ടീം മെമ്പേഴ്സ് അതിലും മനോഹരമായിട്ട് തന്നെ കഴിക്കുന്നു. ഗാലക്സി ടീം മെമ്പേഴ്സ് അവിടെ ഫുഡ് സ്റ്റെപ്പുകളൊന്നും കൊടുക്കാതെ തന്നെ അവിടെ നിൽക്കുന്നു. അപ്പോൾ തൊട്ടടുത്ത് നോക്കാം. റേറ്റിലെ മെമ്പേഴ്സ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റാങ്കോ മെമ്പേഴ്സ് വരുന്നത് കണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അപ്പോൾ റാങ്കോ മെമ്പേഴ്സ് എന്തായാലും തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. FEK പ്ലേയേഴ്സ് അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കട്ടെ. FEK പ്ലേയേഴ്സ് അവിടെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റാങ്കോ ആൽഫ ആൻഡ് ജെനിസിസിനെ കാണാം. ഗോൾഡൻ വിറാഡൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് പറക്കാനുള്ള പ്ലാനിലാണെന്ന് തോന്നുന്നു. FEK മെമ്പേഴ്സ് ഗോൾഡൻ വിറാഡോ പോക്കാതെ റാങ്കോ ടീമിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. റാങ്കോ ടീമിൻ്റെ തൊട്ടടുത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ FEK മെമ്പേഴ്സ് അവിടെ നിന്ന് മാറുന്നത്. സെർജ് ബ്ലേസ് അവിടെ പ്ലേ സോണിൽ പെട്ട് ഫിനിഷ് ആയിട്ടുണ്ട് ഇൻസ്റ്റൻ്റായിട്ട്. അപ്പോൾ RKC ടീം മെമ്പേഴ്സും അവിടെ വൈപ്പായിട്ടുണ്ട്. അപ്പോൾ RKC ടീം മെമ്പേഴ്സ് അവിടെ വൈപ്പ് ആകുമ്പോൾ ഇനിയും ശേഷിക്കുന്ന 11 ടീമുകളിലായിട്ട് 37 മെമ്പർ. TS കില്ലർ ബോയ് വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ കില്ലർ നമ്മുടെ സ്വന്തം കില്ലർ അവിടെ എത്തിയിട്ടുണ്ട്. കില്ലറിനെ സ്വാഗതം ചെയ്യാം നമ്മുടെ സ്ട്രീമിലേക്ക്. അപ്പോൾ ബാക്കി FEK മെമ്പേഴ്സ് അവിടെ പതുക്കെ സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റേറ്റ് മെമ്പേഴ്സ് ആൻഡ് റാങ്കോ ടീം തമ്മിലുള്ള ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ടായിരുന്നു. റാങ്കോ ആൽഫ അവിടെ നിൽക്കുന്നുള്ളൂ. റാങ്കോ ആൽഫ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. റേറ്റ് ജെനസിസിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാങ്കോ, ചാർലി എന്നിവരവിടെ പതുക്കെ വണ്ടി എടുത്ത് കയറി ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പം റാങ്കോ ആൽഫ ആൻഡ് ചാർലി മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ബ്രാവോനെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജെനസിസിനെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ റേറ്റ് ടീം മെമ്പേഴ്സിൻ്റെ ഫ്രണ്ടിൽ അകപ്പെട്ട് പോയിരുന്നു. എന്തായാലും ഇപ്പോൾ റാങ്കോ ടീം മെമ്പേഴ്സ് പതുക്കെ സോണിൽ കയറുമ്പോൾ FEK ടീം മെമ്പേഴ്സ് അവിടെ പതുക്കെ സോണിൽ കയറുകയാണ്. ടീം ഇൻസെക്റ്റിലെ ഫ്രണ്ടിൽ അവിടെ SGS ടീം എത്തുന്നുണ്ട്. SGS ടീമുമായിട്ടുള്ള ഫൈറ്റ് ഏത് നിമിഷം വേണമെങ്കിലും നടക്കാൻ ചാൻസ് ഉണ്ട്. ഇൻസെക്റ്റിലെ മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇൻസെക്റ്റിലെ ജെൻ അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇൻസെക്ട് റിയോനെ നോക്കാം. റിയോൺ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റിയോൺ അവിടെ SGS ടീം മെമ്പേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. SGS മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നു. വണ്ടി ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടാം. അവിടെ വണ്ടി പൊട്ടിച്ച് SGS ടീം മെമ്പേഴ്സിനെ മൊത്തത്തിൽ അവിടെ വെയിപ്പ് ചെയ്തിട്ടുണ്ടെന്ന് SGS കോൺക്കർ SGS ഡേവിഡിനെ ആണെന്ന് തോന്നുന്നു. 2 മെമ്പേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. SGSലെ മെമ്പർ 2 മെമ്പേഴ്സിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. SGS ബീസ്റ്റ് ആൻഡ് ജോക്കർ അവിടെ രക്ഷപ്പെട്ട് കയറിയിട്ടുണ്ട്. FEK പ്ലേയേഴ്സിൻ്റെ അടുത്തേക്കാണ് കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. FEK മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. FEK മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ SGS മെമ്പേഴ്സ്. FEK റോക്കിയൊക്കെ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നു. FEK മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് SGS മെമ്പേഴ്സ് അവിടെ കയറി. FEK ജോക്കറൊക്കെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. തൊട്ടടുത്ത് വണ്ടി വരുന്നതായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും FEK റോക്കി അവിടെ സ്പെറ്റായിട്ട് ജോക്കർ അവിടെ ഓടുന്നുണ്ട്.
വരുന്നുണ്ട്. ജോക്കർ അടുത്ത വണ്ടി പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. ജോക്കർ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ സ്കാറിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SGS ടീം മെമ്പേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. SGS ടീം മെമ്പേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്തു. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കിടന്ന് അവിടെ ഫയർ കൊടുക്കാനുള്ള സെറ്റപ്പിൽ നിൽക്കുകയാണ്. വണ്ടി എവിടെയെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി നല്ല രീതിയിൽ തന്നെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അടുത്ത ഫ്ലൈറ്റ് അവരുടെ അടുത്തോടെ പോകുന്നുണ്ട്. അപ്പോൾ DVP ടീം മെമ്പേഴ്സ് സോണിനുള്ളിലേക്ക് കയറുന്നു. 11 ടീമുകളിലായിട്ട് 34 പേര് ശേഷിക്കുന്നു. അപ്പം എന്തായാലും കട്ട ഫൈറ്റ് അവിടെ ഓൺ ആവാൻ ചാൻസ് ഉണ്ട്. റേറ്റ് മാക്ക് അവിടെ റാങ്കോ ആൽഫനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. റാങ്കോ ആൽഫ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. എന്തായാലും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റേറ്റ് മെമ്പേഴ്സ് അവിടെ റാങ്കോ ടീം മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. റേറ്റ് മാക്ക് അവിടെ ഓടിച്ചെല്ലുകയാണ്. അപ്പോൾ റാങ്കോയിന് ഒരു കില്ല് കിട്ടാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. റേറ്റ് മെമ്പേഴ്സ് അവിടെ ഓടുകയാണ്. റേറ്റ് രാവൺ ആൻഡ് മാക്ക് അവിടെ തൊട്ടടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ റേറ്റിലെ ടെർമിനേറ്ററിന് അവർക്ക് നഷ്ടപ്പെട്ടായിരുന്നു. ആദ്യം തന്നെ അവർ എനിക്കൊന്ന് SGS ടീം മെമ്പേഴ്സ് ആണോ ബാക്കിൽ നിന്ന് അടിക്കുന്നത് എന്താ മനസ്സിലായില്ല. SGS ബീസ്റ്റ് ആണെന്ന് തോന്നുന്നു. SGS ബീസ്റ്റ് ആയിരുന്നു. ദൂരെ നിന്ന് ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ചാർലി അവസാനം ആൽഫനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. ഏരിയയിൽ നിന്ന് ആൽഫ അവിടെ രക്ഷപ്പെട്ട് പോകാറുന്നു. അപ്പോൾ റേറ്റിലെ മാക്ക് ദൂരെ നിന്ന് കവറിലെടുത്ത് മാറിയിട്ടുണ്ട്. റേറ്റിലെ മാക്ക് ദൂരെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റേറ്റ് മാക്ക് നല്ല കട്ട ഹോൾഡിംഗ് ആണ് മോനെ. നല്ലൊരു പൊസിഷൻ എടുത്ത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് നെയ്ഡും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. റാങ്കോ ആൽഫ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. നെയ്ഡുകളും കാര്യങ്ങളൊക്കെ റെഡിയായിട്ട്. അപ്പോൾ മാക്കിൻ്റെ അടുത്തേക്ക് നെയ്ഡുകൾ എറിഞ്ഞെങ്കിൽ തന്നെ റേറ്റ് രാവണിൻ്റെ അടുത്താണ് പോയേക്കുന്നത്. അപ്പം ഡാമേജ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ റാങ്കോ ആൽഫ ഇവിടെ തൊട്ടടുത്ത് നിന്ന് ഫയറിംഗ് ആണ്. റേറ്റ് മാക്ക് സ്പോട്ട് ചെയ്യുവാണെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം തൊട്ടടുത്ത് നെയ്ഡുകളും കാര്യങ്ങളും കൺസ്റ്റന്റ് ആയിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൽഫയ്ക്ക് അവിടെ നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ചാർലി തൊട്ടടുത്ത് തന്നെ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്നു. റാങ്കോ ആൻഡ് റേറ്റ് തമ്മിലുള്ള ഫൈറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാക്ക് അവിടെ പതുക്കെ കയറി ചെല്ലുന്നുണ്ട്. ആൽഫയുടെ അടുത്തേക്ക് മാക്ക് അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് കയറി ചെല്ലുന്നത്. രാവൺ അവിടെ കയറി ചെല്ലുന്നുണ്ട്. രാവൺ അവിടെ ചാർലിനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതോ മാക്ക് സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. മാക്ക് എന്തായാലും ഹോൾഡ് ചെയ്യാണ്. റാങ്കോ ചാർലി അവിടെ രാവണിനെ സ്പോട്ട് ചെയ്തിട്ട് ചാർലിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. റാങ്കോ ആൽഫ അവിടെ കയറി ചെല്ലുന്നുണ്ട്. ആൽഫ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൽഫനെ അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. റേറ്റ് ആരോ അവിടെ ആൽഫേൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാങ്കോ ടീം അവിടെ ഒന്ന് വൈപ്പ് ആയിട്ടുണ്ട്. എന്തായാലും റാങ്കോ ടീം മെമ്പേഴ്സിനെ ഇവിടെ മിറാമ്പറിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റേറ്റിലെ ഒരു മെമ്പർ അവിടെ ഡൗൺ ആണ്. ബാക്കി മുമ്പ് സോൺ അവിടെ ഇപ്പോഴും കൊളാപ്സ് ആയിട്ടില്ല. സോണിൽ ഈ 10 ടീം മെമ്പേഴ്സേ ഉള്ളൂ. ഈ ഏകദേശം ഒരു കട്ട ഫൈറ്റാണ് ഇനി നടക്കാനുള്ളത്. FEK ടീം മെമ്പേഴ്സ്, റേറ്റ് മെമ്പേഴ്സ്, SGS മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റ്. SGS മെമ്പേഴ്സ് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മലയിലായിട്ട് കയറി വരുന്നുണ്ട്. SGS മെമ്പേഴ്സിനെ നോക്കാം. മലയുടെ മണ്ടയ്ക്കൊക്കെ എന്താ കഥ നോക്കൂ. മനോഹരമായ വണ്ടി ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ ഇതാണ്. SGS മെമ്പേഴ്സിൻ്റെ ഡ്രൈവിംഗ് നോക്കൂ. എന്തായാലും SGS മെമ്പേഴ്സ് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എൻ്റെ മോനെ ബീസ്റ്റ് പോയി. ബീസ്റ്റ് അവിടെ താഴെ എത്തിപ്പോയി. എന്തിനാണ് ഇറങ്ങിയതെന്ന് മനസ്സിലായില്ല. SGS ജോക്കറിൻ്റെ ആണെന്ന് തോന്നുന്നു വണ്ടി ഓടിയത്. SGS ജോക്കർ അവിടെ വണ്ടിയൊക്കെ പുകഞ്ഞോ എന്തോ പറ്റി. അപ്പം ടോപ്പ് ഓഫ് ദ ഹില്ലിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും SGS ജോക്കർ അവിടെ ദൂരെ നിന്ന് സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. റേറ്റിലെ പ്ലേയേഴ്സിനെ സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുമെന്ന് തോന്നുന്നു. റേറ്റിലെ പ്ലേയേഴ്സ് ഇപ്പോഴും തൊട്ടടുത്ത് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. SGS ജോക്കറിൻ്റെ അടുത്ത് കാണുന്നില്ല. എന്തായാലും ജോക്കർ അവിടെ കാണുന്നില്ലെന്ന്. അപ്പോൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നല്ല ഡാമേജ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വണ്ടി പൊട്ടിക്കുന്നില്ല. എന്തായാലും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ മെമ്പേഴ്സിനെ ഒന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു. ഒരു 6x വല്ലതും ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ മനോഹരമായിട്ട് തന്നെ ഫിനിഷ് ചെയ്യായിരുന്നു. SGS ബീസ്റ്റ് അവിടെ രക്ഷയില്ലാത്ത അവസ്ഥയായിപ്പോയി. ഡിപ്പോപ്പി അവിടെ DDL സൽമാനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ DDL ടീം നമ്മുടെ DVP ടീം മെമ്പേഴ്സ് അല്ല ഡഡ്ലി ടീം മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ടീം ഡഡ്ലിയുടെ അടുത്തേക്ക് നേരെ കില്ലറൊക്കെ അവിടെ ഓടി പാഞ്ഞ് കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ ടീം ഡഡ്ലിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീം ഡഡ്ലി അവിടെ ദൂരേന്ന് വരുന്നേ ഉള്ളൂ. അതോ ഇൻറ്റൻസിൽ എന്താ ഏത് ടീമാണ്? SOS ടീമാണെന്ന് തോന്നുന്നു. തൊട്ടടുത്ത ഡഡ്ലി ടീം മെമ്പേഴ്സിനെ നമുക്ക് നോക്കാം. യെസ്, ഡഡ്ലി ടീം മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് ക്ലോസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാണ്ട ആൻഡ് കില്ലർ അവിടെ ഫൈറ്റ് ചെയ്തു. ഏക്കൻ അവിടെ റിംബോച്ചനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഏക്കൻ ഇൻസ്റ്റന്റ് ആയിട്ട് അവിടെ പാണ്ട ഡഡ്ലിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ധനിൽ മാത്രം ഇനി ശേഷിക്കുന്നത്. ധനിലിൻ്റെ അടുത്തേക്ക് കയറി പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ SOS ടീം അവിടെ എത്തിയിട്ടുണ്ട്. SOS ടീമിനെ അവിടെ ഹോൾഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം എനിക്ക് തോന്നുന്നു ഡിപ്പോപ്പിക്കാന്ന് തോന്നുന്നു. ഡിപ്പോപ്പിയുടെ അടുത്തേക്ക് ബാക്കി മെമ്പേഴ്സ് എത്തിക്കുന്നത്. ഡിപ്പോപ്പി ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അവിടെ നിന്ന് മാറി റൊട്ടേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഡിപ്പോപ്പി അവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ റിംബോച്ചെ ഡഡ്ലിനെ DQ കില്ലർ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് ഫിനിഷിങ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. DQ ഡിപ്പോപ്പി അവിടെ കയറി വരുന്നു. പാണ്ട ഡഡ്ലിനെ അവിടെ സ്പോട്ട് ചെയ്ത് ധനിൽ അവിടെ ഇപ്പോഴും സ്പ്രേ ചെയ്ത് DQ കില്ലറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഏക്കൻ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഏക്കൻ ഇപ്പോഴും അവിടെ കിടക്കുന്നേ ഉള്ളൂ. ഏക്കൻ്റെ അടുത്തേക്ക് പതുക്കെ കയറിക്കൊണ്ടിരിക്കും. ഏക്കൻ ആൻഡ് 47 അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിലുള്ള. അപ്പോൾ ധനിലിനെ കൂടെ സ്പോട്ട് ചെയ്യുന്നതോടുകൂടി ടീം റേറ്റ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്തായാലും DQ ടീം മെമ്പേഴ്സ് ടീം റേറ്റ് ടീം ഡഡ്ലി അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ DQ മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ DQ മെമ്പേഴ്സ് അവിടെ എന്തായാലും ഡഡ്ലിനെ അവിടെ നിന്ന് പരന്നയിച്ചിട്ടുണ്ട്.
താങ്ക് യു ജെറി മാത്യു. റെയ്ത്തിന് സപ്പോർട്ടുമായിട്ട് ജെറി മാത്യു എത്തിയിട്ടുണ്ട്. അതേമാതിരി റെയ്ത്തിലെ സാനും എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം സ്വാഗതം പതുക്കെ മാച്ചിലേക്ക്. അപ്പോൾ ഇനി അടുത്ത ശേഷിക്കുന്ന ടീം ഇൻസെക്ട് ആൻഡ് ക്വീൻ ഗാലക്സി, റെയ്ത്ത് ആൻഡ് SGS ടീമാണ്. അപ്പം 4 ടീമേഴ്സ് അവിടെ വണ്ടിയൊക്കെ SGS ടീം മെമ്പേഴ്സ് പുകഞ്ഞ വണ്ടിയുമായിട്ട് വരുമായിരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ആ വണ്ടിയും പൊട്ടാൻ ചാൻസ് ഉണ്ട്. വണ്ടി പൊട്ടിച്ചാവുന്ന ഒരു വിധിയായി റെയ്ത്തിലെ എന്തായാലും ജസ്റ്റ് മിസ് എന്ന് പറയാം. ഇൻസെക്ട് ടീം മെമ്പേഴ്സിന്റെ ഫ്രണ്ടിലേക്കാണ് SGS ടീം മെമ്പേഴ്സ് എത്തിയിരിക്കുന്നത്. SGS ടീം മെമ്പേഴ്സ് അവിടുന്ന് വണ്ടിയൊക്കെ പൊട്ടിച്ചാവാൻ ചാൻസ് ഉണ്ട്. SGS ജോക്കർ അങ്ങോട്ട് നോക്കുന്നുള്ളൂ. ജോക്കറൊക്കെ അവിടെ ഓടി മാക്സിമം രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു കവറിലാണ് നിൽക്കുന്നത്. ആശാന്മാരവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. ജോക്കറിന്റെ ഉദ്ദേശം എന്താ, നല്ലൊരു സേഫ് കവറിലാണ് തൽക്കാലത്തേക്ക് നിൽക്കുന്നത്. അവരുടെ ഗൺ പവർ തീർന്നോട്ടെ എന്ന് വിചാരിക്കണം, വിട്ടുകളയണം. അതെ, ഇൻസെക്ട് ടീം മെമ്പേഴ്സ് എന്തായാലും കട്ട ഫൈറ്റിംഗ് ആണ്. ഇപ്പോൾ സോണിലേക്ക് കയറി പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റെയ്ത്ത് മെമ്പേഴ്സ് അവിടെ സോണിൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. റെയ്ത്ത് മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് അറിയാം, കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ. റെയ്ത്ത് മെമ്പേഴ്സ് അവിടെ നിന്ന് ഫൈറ്റിംഗ് ആണോ? എൻ്റെ ദൈവമേ. റെയ്ത്ത് മെമ്പേഴ്സ് പതുക്കെ എത്തിയിരിക്കുന്ന ഇൻസെക്റ്റിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ റെയ്ത്ത് മാക്ക് ഒക്കെ അവിടെ കയറി വരുന്നുണ്ട്. AW ഒക്കെ കയ്യിലിരിപ്പുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഫൈറ്റ് കൊടുക്കാം. ഇൻസെക്ട് പ്ലേയേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടീം DQ47 FEK ടർബൈനോട് FEK ടീം മെമ്പേഴ്സുമായിട്ട് ഡാർക്ക് വെൻസിന്റെ ഫൈറ്റ് അവിടെ ഓണായിട്ടുണ്ട്. FEK ടീം മെമ്പേഴ്സ് ആൻഡ് ഡാർക്ക് വെൻസിനെ നോക്കാം. ഡാർക്ക് വെൻസിലെ മെമ്പേഴ്സ് FEK റോക്കിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. FEK മെമ്പേഴ്സിന്റെ അടുത്തേക്ക് നിരന്തരം അത് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. FEK ജോക്കർ ആൻഡ് FEK ജാക്ക് മാത്രം ശേഷിക്കുന്നു. അപ്പോൾ FEK റോക്കിനെ അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അടുത്ത ഒരു മോളി എടുത്ത് ബാക്കി മെമ്പേഴ്സിന്റെ FEK ടീം മെമ്പേഴ്സിന്റെ അടുത്തേക്ക് ഇടുന്നുണ്ട്. FEK മെമ്പേഴ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ബ്ലീഡ് ഔട്ട് എന്താണ് സ്മോക്ക് ഒക്കെ ഇടുകയാണ്. അപ്പോൾ FEK ജോക്കർ അവിടെ നിന്ന് നീഡൊക്കെ എടുത്തെറിയുന്നുണ്ട്. നീഡ് എൻ്റെ മോനെ ജോക്കറിന് അവിടെ നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു നീഡിലൂടെ FEK ജോക്കർ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. FEK ടീം മെമ്പേഴ്സിനെ അവിടെ മൊത്തം ഫിനിഷ് ചെയ്തുകൊണ്ട് ടീം ഏക്കാണ് OP ഗൈസ്. അപ്പോൾ ഡാർക്ക് ഫെൻസ് അവിടെ മനോഹരമായ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടീം ഇൻസെക്റ്റിന്റെ അടുത്തേക്ക് ഇൻസെക്ട് മെമ്പേഴ്സ് അവിടെ ഇപ്പോഴും നമ്മുടെ ഇവരുമായിട്ടുള്ള ഫൈറ്റ് നടത്തിക്കൊണ്ട് SGS ടീം മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് അവിടെ നടത്തിക്കൊണ്ടിരിക്കും. തൊട്ടടുത്ത് റെയ്ത്തിലെ മെമ്പേഴ്സ് എത്തിയതുള്ളതായിട്ട് അവർ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. റെയ്ത്ത് മെമ്പേഴ്സ് ആൻഡ് SOS ടീം മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഗാലക്സി ടീം മെമ്പേഴ്സിനെ അവിടെ തൊട്ടടുത്ത് കാണുന്നത്. റെയ്ത്ത് മാക്കിനെ നോക്കാം. റെയ്ത്തിലെ മാക്ക് അവിടെ AW ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും റെയ്ത്ത് രാവൺ അവിടെ ഇൻസെക്റ്റിലെ സിയോൺ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിയോണിന്റെ കില്ല് അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് കൺഫേമും ചെയ്തിട്ടുണ്ട്. മാക്ക് റെയ്ത്ത് മെമ്പേഴ്സ് ഇന്ന് മനോഹരമായിട്ടുള്ള പോരാട്ടത്തിലാണ് നിൽക്കുന്നത്. 8 കില്ല് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. റെയ്ത്തിലെ പ്ലേയേഴ്സ് അവിടെ മനോഹരമായിട്ട് തന്നെ. റെയ്ത്ത് ആരോനെ നോക്കുകയാണെങ്കിൽ റെയ്ത്ത് ആരോ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നത്. റെയ്ത്ത് രാവൺ അവിടെ തൊട്ടടുത്ത് നിന്ന് SOSലെ പ്ലേയേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാലക്സിയിലെ പ്ലേയേഴ്സ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ റിയോൺ അവിടെ ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. റിയോൺ അവിടെ കവറിൽ കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇൻസെക്റ്റിലെ ജെന്നൊക്കെ നോക്കാം. ഇൻസെക്റ്റിലെ ജെന്നൊക്കെ എപ്പോഴും SGS പ്ലേയേഴ്സിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ SGS പ്ലേയേഴ്സിന് വണ്ടി എടുത്ത് മാറാത്ത രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ തൽക്കാലം എന്തായാലും ആശാന്മാർ SKS വെച്ചൊക്കെ അവിടെ പോകാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്പോട്ട് ചെയ്യാൻ SGS ബീസ്റ്റിന് അവിടെ നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ബീസ്റ്റൊക്കെ അവിടെ നല്ല ഡാമേജ് കിട്ടുന്ന റിയോണിനെ നോക്കാം. റിയോൺ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. സ്മോക്കിൻ്റെ കവറിലൊക്കെ നിൽക്കുകയാണ് റിയോൺ. SGS മെമ്പേഴ്സിന് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായപ്പോൾ SGS മെമ്പേഴ്സ് ആവശ്യത്തിന് ബ്ലീഡ് ഔട്ട് നല്ല രീതിയിലാവുന്നുണ്ട്. അപ്പം SGS ജോക്കർ അവിടെ പ്ലേ സോണിൽ പെട്ട് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ SGSലെ മെമ്പേഴ്സ് ജോക്കറിനെ അവിടെ നേടിട്ട് ഫിനിഷ് ചെയ്യാണോ, എന്താണ് കില്ല് കൊടുക്കാതിരിക്കാനുള്ള ശ്രമമാണ്. നേടുകൾ ഇഷ്ടമാതിരി വലിച്ചെറിയുന്നുണ്ട്. ജോക്കറിനെ അവിടെ നേടിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേ സോണിൽ പെട്ട SGS ജോക്കറും ഡൗൺ ആയിട്ടുണ്ട്. SGS ബീസ്റ്റ് അവിടെ നേടിട്ട് ചാവുന്നതായിട്ട് കാണുന്നു. എന്താണ് ഇഷ്ടമാതിരി നേടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ പ്ലേ സോണിൽ പെട്ട SGS ബീസ്റ്റ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ബീസ്റ്റിൻ്റെ കില്ല് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആർക്കും കൊടുക്കാതെ തന്നെ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ടീം ഇൻസെക്റ്റിലെ പ്ലേയേഴ്സ് അവിടെ പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് കയറുന്നുണ്ട്. ഇൻസെക്റ്റിലെ പ്ലേയേഴ്സ് അവിടെ റൊട്ടേറ്റ് ചെയ്ത് കയറി ചെല്ലുന്ന റെയ്ത്ത് മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. റെയ്ത്തിലെ മെമ്പേഴ്സ് അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. റെയ്ത്ത് മാക്ക് ഒക്കെ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു നീഡ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. DP മത്തായി അവിടെ ഡിപ്പോപ്പിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ എൻ്റെ ഇൻസെക്റ്റിലെ ഈവയുടെ അടുത്താണെന്ന് തോന്നുന്നു ആ നീഡ് വീണത്. എന്തായാലും പ്ലേ സോണിൽ പെട്ട് ഈവ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ടീം ഇൻസെക്റ്റിലെ ജെൻ അവിടെ എന്തായാലും ഹീൽ ചെയ്യുന്നുണ്ട്. ഹീൽ ചെയ്ത് അവിടെ സോണിലേക്ക് കയറി പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ നീഡൊക്കെ എടുത്ത് കുക്കൊക്കെ ചെയ്ത് സെറ്റായിട്ട് എറിയുന്നുണ്ട്. റെയ്ത്ത് ആരോനെ നോക്കാം. ആരോ അവിടെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. എന്തായാലും നടക്കുന്നൊന്നുമില്ല. റെയ്ത്ത് മാക്ക് അവിടെ ഇവാൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും തൊട്ടടുത്ത് DP മെമ്പേഴ്സ് ആൻഡ് ഇൻസെക്റ്റിലെ പ്ലേയേഴ്സ് അല്ല ഇവിടെ SOSലെ പ്ലേയേഴ്സിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. DQ അവിടെ കയറി വരുന്നുണ്ട്. മിസ്റ്റിലെ പ്ലേയേഴ്സിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ DP ടീം മെമ്പേഴ്സിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. DP പ്ലേയേഴ്സ് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യണം. അപ്പോൾ റെയ്ത്ത് ടീം, ഇൻസെക്ട് ടീം, നമ്മുടെ ഗാലക്സി ടീം, മിസ്റ്റിലെ പ്ലേയേഴ്സ് എന്നിവരാണ് നമുക്ക് ശേഷിക്കുന്നത്. മിസ്റ്റിലെ ക്ലൗൺ അവിടെ ഓടി വരുന്നുണ്ട്. ക്ലൗൺ ഏത് നിമിഷം സ്പോട്ട് ആവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് വന്ന് നേരെ ചെന്ന് കയറാൻ പോകുന്ന ടീം നമ്പർ 6ൻ്റെ വായിലേക്കാണ്. എന്തായാലും ക്ലൗൺ അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും നല്ല. ക്ലൗൺ അവിടെ മനോഹരമായിട്ട് ഒന്ന് കവറിലൊക്കെ കയറി നിന്ന് പതുക്കെ ഓടി ചെല്ലുകയാണ്.
അപ്പോൾ എല്ലാവരുടെയും ശ്രമം സോണിനുള്ളിലേക്ക് കയറുക എന്നുള്ളതായിരിക്കും. ഇപ്പോൾ തൽക്കാലം സോണിലുള്ളത് ഗാലക്സി ടീം, DVP ടീം, റേറ്റ് ടീം ആൻഡ് ടീം ഇൻസെക്ട് ആണ് സോണിലുള്ളത്. ഏക്കോൺ AP അവിടെ DVPയിൽ ഒരു മെമ്പറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഏക്കോൺ അവിടെ പതുക്കെ നല്ലൊരു റഷാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏക്കോൺ അവിടെ പതുക്കെ കയറി ചെന്നുകൊണ്ടിരിക്കും. DVP ബാബയാഗ അവിടെ വരുന്നുണ്ട്. DVP ബാബയാഗനെ സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ബാബയാഗയുടെ അടുത്ത് നിന്ന് മാറുന്നു. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ DQക്ക് വേണ്ടി അവിടെ ഏക്കൺ OP പ്ലേ ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏക്കൺ അവിടെ വേറെ ഒന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. SOS സ്പൈക്കിഡ് അവിടെ അടിക്കുന്നുണ്ട്. DQ ഏക്കൺ അവിടെ അടിക്കുന്നുണ്ട്. അപ്പോൾ ബാബയാഗ ഏത് നിമിഷം വേണമെങ്കിലും സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബാബയാഗ നോക്കട്ടെ, ബാബയാഗ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ നോക്കട്ടെ. ബാബയാഗ എന്തായാലും സോണിനുള്ളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും സോണിനുള്ളിൽ കയറേണ്ടതായിട്ടുണ്ട് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ. അപ്പോൾ സോണിൻ്റെ ഡാമേജ് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ടീം SOSമായിട്ടുള്ള ഫൈറ്റ് അവിടെ നടക്കുക. SOS മോൺസ്റ്റർ അവിടെ നിൽക്കുന്നു. സൈക്കോ അവിടെ നിന്ന് പൊരുതുന്നുണ്ട്. ഡിപ്പോപ്പി അവിടെ കയറി വരുന്നുണ്ടായിരുന്നു. ഡിപ്പോപ്പിനെ എന്താണ് ഇതാരാണ് ഇതിവിടെ കൊണ്ടുവച്ചതെന്ന് ചോദിക്കുന്നുണ്ടാവും. എന്തായാലും പ്ലേസ് ഓൺ ഇപ്പോഴത്തെ DQ47 റേറ്റ് മാക്ക് അവിടെ ഇൻസെക്റ്റിലെ ജെന്നോട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇൻസെക്റ്റിലെ റിയോൺ അവിടെ ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. റിയോൺ ആൻഡ് മിസ്റ്റിലെ പ്ലേയേഴ്സ് ക്ലൗൺ അവിടെ നിൽപ്പുണ്ട്. മിസ്റ്റിലെ പ്ലേയേഴ്സ് അവിടെ ആയിട്ടുള്ള ക്ലൗൺ അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ രണ്ടുപേരും അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. ഗാലക്സി ടീം മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. വൺകൽസിലെ പ്ലേയേഴ്സിൻ്റെ അടുത്തേക്ക് റേറ്റിലെ ബാക്കി മെമ്പേഴ്സ് നിൽക്കുന്നു. റേറ്റ് മാക്ക് എന്നിവർ അവിടെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. റേറ്റ് മെമ്പേഴ്സ് ഇന്ന് മനോഹരമായിട്ടുള്ള പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റേറ്റ് മാക്ക് അവിടെ SOSലെ ഡാർക്ക് സോളിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റേറ്റ് മാക്കിൻ്റെ മനോഹരമായിട്ടുള്ള ടപ്ലേയും ഷോട്ട്. അപ്പോൾ റേറ്റ് OP കളിയാണ് ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. റേറ്റ് മാക്കിനെ നോക്കാം. മാക്ക് അവിടെ ഓരോ മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്ത് വെച്ചേക്കാന്ന്. യെസ്, മിസ്റ്റിലെ ക്ലൗണിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലൗണിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ. ഇൻസെക്റ്റിലെ റിയോണെ അവിടെ സ്പോട്ട് ചെയ്തിട്ടില്ല. റിയോൺ അവിടെ കിടക്കുന്നത് ഇവർ സ്പോട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. റേറ്റ് മെമ്പേഴ്സ് അപ്പോൾ ക്ലൗൺ അവിടെ സോണിൽ പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ സോണിൻ്റെ ഡാമേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ക്ലൗണിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. റേറ്റ് രാവണിനെ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗാലക്സി ഫർഹാനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. DVP വൈപ്പർ ഗാലക്സി ഡ്രാക്കുലിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇൻസെക്റ്റിലെ റിയോൺ ഇപ്പോഴും അവിടെ നിൽക്കുന്നു. SOS പ്ലേയേഴ്സ് അവിടെ പതുക്കെ ക്ലോസിങ് ചെയ്യുന്നു. DVP മെമ്പേഴ്സിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. DVP ടീം മെമ്പേഴ്സിനെ നോക്കാം. DVP ബാബയാഗ, ഹബീബി എന്നിവർ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. റേറ്റിലെ പ്ലേയേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. റേറ്റിലെ പ്ലേയേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്ത നിമിഷം നടക്കാൻ ചാൻസ് ഉണ്ട്. DQ ഏക്കൺ OPനെ അവിടെ മത്തായി സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. മത്തായുടെ മനോഹരമായ പ്രകടനം. എന്തായാലും മത്തായി അവിടെ നിന്ന് ഈ കവർ കയറിയിട്ടുണ്ട്. റേറ്റ് മെമ്പേഴ്സ് അവിടെ ബാക്കിൽ കൂടെ കയറി വരുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. റേറ്റ് മെമ്പേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. റേറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട് ഇവരുമായിട്ട്. റേറ്റ് മത്തായി അവിടെ DVP റേറ്റിലെ ആരോനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. മത്തായിയുടെ അടുത്തേക്ക് പതുക്കെ റേറ്റിലെ ബാക്കി മെമ്പേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. ഹബീബി തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. രാവൺ അവിടെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഹബീബി ഇവിടെ തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആരോനെ അവിടെ റിവൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ആരോ എന്തായാലും അവിടെ കയറി വരുന്നുണ്ട്. DVP ഹബീബിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഹബീബി അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. ഹബീബിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്ത് DVP മെമ്പേഴ്സ് ഓരോന്നോരോന്നായിട്ട് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ മുന്നോട്ട് കയറുന്നുണ്ട്. ഡിപ്പോപ്പി അവിടെ കയറി വരുന്നുണ്ട്. ഡിപ്പോപ്പിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡിപ്പോപ്പി എന്തായാലും കവർ കയറിയിട്ടുണ്ട്. റേറ്റ് മാക്ക് ഒരു കോണിൽ കൂടെ കയറി വരുന്നുണ്ട്. അവിടെ നിന്ന് ഡിപ്പോപ്പി അവിടെ നല്ല സ്പ്രേ. ഡിപ്പോപ്പിനെ അവിടെ സ്പോട്ട് ചെയ്ത് രാവണിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡിപ്പോപ്പി അവിടെ കയറി വരാൻ ശ്രമിക്കുന്നത്. ഡിപ്പോപ്പിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ DQ കില്ലറിന്റെ മനോഹരമായ കൗണ്ട് സപ്പോർട്ടായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഇനി ശേഷിക്കുന്ന രണ്ട് ടീമുകൾ DVPയുടെ ബാബയാഗയും ഡാർക്ക് വൻസിലെ മൂന്ന് പ്ലേയേഴ്സുമാണ് ശേഷിക്കുന്നത്. അപ്പോൾ ബാബയാഗ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നു. ബാബയാഗയുടെ അടുത്തേക്ക് കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ഒരു നെയ്ഡ് ബാബയാഗയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ബാബയാഗെ ഹീൽ ചെയ്യാനുള്ള സമയം ഉണ്ടോന്ന് അറിയത്തില്ല. ബാക്കി പ്ലേയേഴ്സ് എന്തായാലും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അവിടെ കയറി വരുന്നുണ്ട്. ബാബയാഗെ അവിടെ നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയാഗിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. റേറ്റ് മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. റേറ്റ് എല്ലാം ഡാർക്ക് വൻസ് പ്ലേയേഴ്സ് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഡാർക്ക് വൻസ് പ്ലേയേഴ്സിന് മനോഹരമായ പോരാട്ടമായിരുന്നു. 15 കിലോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ ഡാർക്ക് വൻസ് ഇന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക് വൻസ് തൻ്റെ പൊസിഷൻ സെക്യൂർ ചെയ്തിട്ടുണ്ട്. എന്തായാലും DVP വൈപ്പറൊക്കെ അവിടെ മനോഹരമായിട്ട് തന്നെ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തേക്കുന്നത് 6 കിലോട് കൂടിയാണ്. അപ്പം റേറ്റ് മെമ്പേഴ്സ് അവിടെ മനോഹരമായിട്ട് വരുന്നത് 13 കിലോട് കൂടി 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തേക്കുന്നത്. SOS ടീം മെമ്പേഴ്സ് അവിടെ 4-ാം സ്ഥാനത്തും ടീം ഇൻസെക്ട് അവിടെ 5-ാം സ്ഥാനത്തും ഗാലക്സി ടീം മെമ്പേഴ്സ് 6-ാം സ്ഥാനത്തും മിസ്റ്റിലെ പ്ലേയേഴ്സ് 7-ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. 8-ാം സ്ഥാനത്ത് റേറ്റ് SGS മെമ്പേഴ്സ് ഫിനിഷ് ചെയ്തപ്പോൾ ടീം FPK 9-ാം സ്ഥാനത്തും നമ്മുടെ ഡെഡ്ലി ടീം മെമ്പേഴ്സ് 10-ാം സ്ഥാനത്ത് റാങ്കോ അവിടെ 11-ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ RKC ടീം മെമ്പേഴ്സ് 12-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ ടോക്സിക് ടീം 13-ാം സ്ഥാനത്തും നമ്മുടെ TS ഹോഡ് 14-ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. നമ്മുടെ ടീം ഫ്യൂരീസ് അവിടെ 15-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ ഫിനിക്സ് ടീമാണ് ഇവിടെ 16-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഫിനിക്സ് ടീം ഇവിടെ 8 കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. എക്സൗട്ടിലെ പ്ലേയേഴ്സ് അവിടെ 17-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ AK ടീം മെമ്പേഴ്സ് 18-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഫിനിക്സ് എലൈറ്റ് കസ്റ്റംസിൻ്റെ റിസൾട്ട് ഈ വീക്ക് ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും ക്വാളിഫയേഴ്സുമായിട്ട് വരാം നമുക്ക്. അപ്പോൾ ടിൽ